സ്വർണ്ണകള്ളന്മാരുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ NDA സാരഥികളെ വിജയിപ്പിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് പറഞ്ഞു. മാവേലിക്കര പുന്നമൂട് ഗ്രേസ് ഓഡിറ്റോറിയത്തിൽ നടന്ന തദ്ദേശസ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള NDA മാവേലിക്കര നിയോജക മണ്ഡലം സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു. സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവി കേരളം BJPക്ക് ഒപ്പമാണ്. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ BJPക്ക് കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കര മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV അരുൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KK അനൂപ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ദേവാനന്ദ്, ചാരുമൂട് മണ്ഡലം ഹരീഷ് കാട്ടൂർ അനിൽവള്ളി, ചാരുമൂട് മണിക്കുട്ടൻ വെട്ടിയാർ, മധു ചുമക്കര, കേരളത്തിലെ വികസിത കേരളമാക്കി മാറ്റാൻ സാധിക്കും. സൗത്ത് ജില്ലയിലെ ജില്ലാ കേരളത്തിൽ കേവലം ഒരു MLA മാത്രം വിജയിപ്പിച്ചിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തെ വികസിപ്പിച്ചെടുക്കുന്നപ്പോൾ ഈ രാജ്യത്തെ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ കഷ്ടതയും കഷ്ടപ്പാടുമെല്ലാം അതിന് ദുരിത ജീവിതത്തിലൂടെ മുന്നേറി വന്ന ദ്രൗപദി മുർമു എന്ന് പറയുന്ന മഹതിയെ ഇന്ത്യയുടെ രാഷ്ട്രപതി കസേരയുടെ സിംഹാസനത്തിൽ ഇരുത്തിയ ആ സാമൂഹ്യ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്ന പാർട്ടിക്ക് ഈ കേരളം അതിനനുകൂലമായി മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മാറാത്തതെല്ലാം മാറുമെന്നുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ കേരളത്തിൽ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം അവസാനിക്കാൻ പോവുകയാണ്. അതിന് അവസാനിക്കാൻ 30 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. കഴിഞ്ഞ 70 വർഷത്തെ കേരളത്തെ നശിപ്പിച്ച രാഷ്ട്രീയ സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരം നശിപ്പിക്കാൻ ഇനി 30 ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ 30 ദിവസം കഠിനമായിട്ട് പരിശ്രമിച്ചാൽ ഈ കേരളത്തിലെ സകലതും നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് പറ്റിയ ഒരു അന്തരീക്ഷം കേരളത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. കാണുന്നില്ലേ, ശബരിമല ശാസ്താവിന്റെ തിരുവാഭരണവും സ്വർണവും കൊള്ളയടിക്കുന്ന കൊള്ളക്കാരന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ കാണുന്നില്ലേ? പിണറായി വിജയന്റെ ഉറ്റ സന്തത സഹചാരിയായിട്ടുള്ള വാസു പിടിക്കപ്പെട്ടിരിക്കുന്നു. സഖാവ് വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സഖാവ് വാസു 3 പ്രാവശ്യം കമ്മീഷണറായിരുന്നു. ആ കമ്മീഷണറായിരുന്ന വാസുവിന് പിണറായി വിജയന്റെ വീടുമായിട്ടുള്ള ബന്ധം കാരണം അയാളെ പിടിച്ച് പ്രസിഡന്റാക്കി. ആ പ്രസിഡന്റാക്കിയ വാസുവാണ് സ്വർണത്തെ ചെമ്പാക്കുന്ന അതിവൈദഗ്ധ്യമുള്ള ശാസ്ത്രബന്ധം കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ ചെമ്പായത് ഈ വാസുവ, സഖാവ് വാസു. ആ സഖാവ് വാസുവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം പിണറായി വിജയൻ ഈ സ്വർണ്ണ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ സ്വർണ്ണ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ്. അങ്ങനെ ഭഗവാന്റെ തിരുവാഭരണത്തെ മാത്രം സ്വപ്നം കാണുന്ന, ഭഗവാന്റെ തിരുവാഭരണത്തോട് മാത്രം സ്നേഹമുള്ള, ഭഗവാന്റെ തിരുസന്നിധിയിൽ ചെന്നാൽ കിട്ടുന്ന തീർത്ഥം തറയിൽ കുറഞ്ഞ് ചന്തയിൽ തുറക്കുന്ന ഈ നാണംകെട്ട കോമരങ്ങളുണ്ടല്ലോ, ഈ നാണംകെട്ട കോമരങ്ങൾക്കെതിരായിട്ടുള്ള ജനകീയ വിചാരണയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയരേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കൊള്ളയ്ക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഇതിന്റെ ഗുണഫലം കൊണ്ടുപോകാൻ വേണ്ടി വേഴാമ്പലിനെ പോലെ ഒരു ശവമൊന്നും ഉണ്ടായെങ്കിൽ ആ ശവം കൊത്തിത്തിന്നാമെന്ന് കരുതി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന VD സതീശന്മാര് ഈ കേരളത്തിലുണ്ട്.